കേരളം ഇന്ന് നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. നിരവധി പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ യഥാർത്ഥ ജനത ഹൈന്ദവമാണ്. ഭാരതത്തിൽ നിന്ന് വേറിട്ടുകൊണ്ടല്ല കേരളം, ഭാരതത്തിന്റെ ഭാഗമാണ് കേരളം. ഏത് ഭാഗത്തും ഹൈന്ദവീയതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതേപോലെ കേരളത്തിലും ഹൈന്ദവീയതയ്ക്ക് പ്രാധാന്യമുണ്ട്. കേരളത്തിൽ പക്ഷേ ഹിന്ദു സമൂഹം ഇന്ന് നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കുണ്ട് താനും. എന്തൊക്കെയാ പ്രശ്നങ്ങൾ? സാമ്പത്തിക പ്രശ്നം ഏറ്റവും വലുതാണ്. ഹിന്ദുവിൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുന്നു. ഒരു പക്ഷേ അവർ കാരണക്കാരായിരിക്കാം. കൃത്യമായി കാര്യങ്ങൾ ചെയ്യാതെ എല്ലാം നഷ്ടപ്പെടുന്നു എന്നുള്ള ചിന്താഗതി, താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ ചെയ്യാതെ മുകൾ തട്ടിലിരിക്കുന്ന ഒരു പ്രകൃതക്കാർ, അത് ഹിന്ദുവിൻ്റെ തന്നെ കുഴപ്പമാണല്ലോ. നമ്മൾ തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ തിരുവനന്തപുരത്ത്, കേരളത്തിന് മുഴുവൻ അതാണ്, ഇവിടുത്തെ കച്ചവടം ഒരു 20-25 വർഷം മുമ്പ് തിരുവനന്തപുരം ഭൂരിപക്ഷം ബിസിനസ്സുകാരും ഹിന്ദുക്കളായിരുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗക്കാരാണ് അത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. സാമ്പത്തികമായി ഹിന്ദുവിനെ ഏറ്റവും പിന്നിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക വിഭാഗത്തെ ഉയർന്നു വരാൻ ഹിന്ദുക്കൾ തന്നെ പ്രേരിപ്പിക്കുകയാണ്. കടകൾ നടത്തുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ചായക്കട നടത്തുന്നത് ആരാണെന്ന് നമ്മളൊരു ജിപേ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആരാണെന്ന് അപ്പോഴേ മനസ്സിലാവും. പേര് വേറെ പലതും ആയിരിക്കും. ഇതിൽ നിന്ന് ചൂഷണം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളെ നശിപ്പിക്കാൻ, സാമ്പത്തികമായി നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഹിന്ദുക്കളുടെ സ്ഥലങ്ങൾ മുഴുവൻ പണം കൂടുതൽ കൊടുത്ത് 5 ലക്ഷമോ 10 ലക്ഷമോ വിലയുള്ള സ്ഥലത്തിന് സെന്റിന് 20-25 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങാൻ തയ്യാറാകുന്ന മതശക്തികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ മതശക്തികൾ സാമ്പത്തിക അസന്തുലിതാവസ്ഥ ഉണ്ടാക്കി ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാവിധ സൗകര്യങ്ങളും അവർ നേടിയെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഹിന്ദു പിന്നിലേക്ക് പോകുന്ന കാഴ്ച കാണുന്നു. ഹിന്ദു യുവാക്കന്മാർക്ക്, ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ സാമ്പത്തികമായിട്ട് അവർ പിന്തള്ളപ്പെടുമ്പോൾ അവരെ പിന്തള്ളിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഭരണകൂടവും അതോടൊപ്പം തന്നെ മറ്റേ വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനും അവരെ പരിപോഷിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഭരണകൂടവും, ഇത് രണ്ടും നമ്മൾ കാണുകയാണ് കേരളത്തിൽ. അപ്പം ഇതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹം ആ നിലയ്ക്കും വളരെ പിന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ബിസിനസ് രംഗത്തും ഇത് തന്നെയാണ് കാണുന്നത്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് ഒരു സമയത്ത് നമുക്കറിയാം, ഇവിടുത്തെ സ്വർണ്ണക്കടകൾ ആരുടെ കയ്യിലായിരുന്നു? കടകൾ നടത്തിയിരുന്നത് മുഴുവൻ ഹിന്ദു സമൂഹമായിരുന്നു. ഇന്ന് സ്വർണ്ണക്കടകൾ നടത്തുന്നത് ആരാ? മത വികാരത്തെ ഉണർത്തിക്കൊണ്ടുവരുന്ന വിഭാഗം ഇവിടെ സ്വർണ്ണക്കടകൾ നടത്തുന്നു. പണ്ട് കള്ളക്കടത്തായിരുന്നു സ്വർണം കൊണ്ട് ഇവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കള്ളക്കടത്തിന് പകരം സ്വർണ്ണ വ്യാപാരം ഡയറക്റ്റായിട്ട് നടത്തുന്നു. ഇത്രയേ അതിൽ വ്യത്യാസമുള്ളൂ. പക്ഷെ അതുകൊണ്ടും പിന്തള്ളപ്പെടുന്നത് ആരാണ്? ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ കഴിവില്ലാത്തത് കൊണ്ടല്ല, നല്ലൊരു വിഭാഗത്തിന്റെ കയ്യിൽ സമ്പത്തുമുണ്ട്. പക്ഷേ ആ സമ്പത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കില്ലെന്നില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ്, നിഷേധിക്കാൻ സാധിക്കാത്തതുമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ഹിന്ദുക്കളും നടത്തുന്നുണ്ട്. പക്ഷേ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നു. അതിൽ കൂടിയിട്ട് സ്വാർത്ഥമതികൾ വളർത്തിയെടുക്കുന്നു. നേരെ മറിച്ച് ഒരു ദേശീയ കാഴ്ചപ്പാടും ദേശീയ ചിന്താഗതിയും ഹൈന്ദവ കാഴ്ചപ്പാടുമുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാൻ, ഹൈന്ദവ കാഴ്ചപ്പാടെന്ന് പറയുമ്പം ഹിന്ദു എന്ന് മറ്റുള്ളവർ പറയുന്ന വർഗീയ ചിന്തയല്ല, അതിൽ സത്സ്വഭാവവും ബാക്കിയുള്ള കാര്യങ്ങളും വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ, ഇത് ആവിഷ്കരിക്കേണ്ട വിദ്യാഭ്യാസ പദ്ധതി,
അത് നടപ്പാക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ടോ? അങ്ങനത്തെ വിദ്യാലയങ്ങൾ നടത്താൻ വേണ്ടി ഹിന്ദുക്കൾ തയ്യാറാകുന്നുണ്ടോ? യഥാർത്ഥ ഹിന്ദുക്കൾ. അതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ആയാലും ശരി, സാമ്പത്തികമായാലും സാംസ്കാരികമായിട്ട് നോക്കിക്കഴിഞ്ഞാലും സാംസ്കാരിക പരിപാടികൾ ഇവിടുത്തെ ദേശീയതയെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന സാംസ്കാരിക പരിപാടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, അതിന് പ്രചോദനം കൊടുക്കുന്നു. ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ആ ക്ഷേത്രങ്ങളെ വീണ്ടും നാശത്തിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാ? കാരണങ്ങൾ മറ്റുള്ളവരല്ല. ഓരോ ക്ഷേത്രങ്ങളിലും വരുമാനമുണ്ട്. ആ വരുമാനത്തെ ഹിന്ദു സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ തന്നെ ദുരുപയോഗം ചെയ്യുന്നു. നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ആന എഴുന്നള്ളിപ്പ് വേണം ചില സ്ഥലങ്ങളിൽ. പക്ഷേ അത് കണ്ടമാനായി മാറണോ? അതിന് പേര് മത്സരം നടക്കണോ? മത്സരം നല്ല കാര്യത്തിൽ നടക്കണം. പക്ഷേ ആ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തണം. പരിപാടികൾ വെച്ച്, ആ പരിപാടികൾ സംസ്കാരത്തിന് യോജിക്കാത്ത തരത്തിലുള്ള പരിപാടികൾ വെച്ച് ആളുകളെ സംഘടിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? അവിടെ ആവശ്യമില്ലാത്ത തുള്ളലും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കും. തുള്ളൽ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ തുള്ളുകയല്ല, പരിപാടി വെച്ച് അതിൽ കൂടിയിട്ട് അസാൻമാർഗികമായുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ആരാ കാരണക്കാർ? ഹിന്ദു നാമധാരികളായിട്ടുള്ള കപടഭക്തരായിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാർ ക്ഷേത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ കൂടെ തന്നെ ദേവസ്വം ബോർഡ് ഉണ്ട്, ക്ഷേത്രം ഭരിക്കുന്ന ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡിലെ അഴിമതികൾ എന്തൊക്കെ ഇപ്പം കണ്ടു കഴിഞ്ഞു. ശബരിമലയിൽ നടക്കുന്ന കൊള്ള ഒരു ശബരിമലയിൽ മാത്രമല്ലല്ലോ, അത് പല ക്ഷേത്രങ്ങളിലും അങ്ങനത്തെ കൊള്ളകൾ നടക്കുന്നു. അത് ഇപ്പോഴാണ് ഏതൊരു മഹത് വ്യക്തി, ഈശ്വരീയമായി ചിന്തിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി വന്നപ്പോൾ അതിൽ നിന്ന് ആണ് ഈ കൊള്ളയും കാര്യങ്ങളെല്ലാം ശബരിമലയിൽ പിടിച്ചത്. അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അത് വ്യാപിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിധത്തിലെല്ലാം ഹിന്ദു സമൂഹത്തിൽ വലിയൊരു പ്രശ്നം ഹിന്ദു സമൂഹം ആന്തരികവും ബാഹ്യവുമായി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഹിന്ദു സമൂഹത്തിനുള്ളിൽ തന്നെ ആന്തരികമായ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ബാഹ്യമായിട്ട് സമൂഹത്തിൻ്റെ വെളിയിൽ നിന്ന് മതസംഘടനകൾ, മതവെറിയന്മാർ ഇവിടെ പ്രവർത്തനം നടത്തുന്നു. വിദേശ പണം കൊണ്ടുവന്ന് ഇവിടെ ചെലവിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും ഇവിടെ കുറവൊന്നുമല്ല. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ നിലയ്ക്ക് സ്വയമായി ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദു സമൂഹം, ആ ഹിന്ദു സമൂഹത്തെ വീണ്ടും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാർ, ആ രാഷ്ട്രീയക്കാർ മുഴുവൻ ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ മതവെറിയന്മാരെ അവരെ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, കുറച്ച് വോട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടെ ഇന്ന് പ്രധാനമായും ഹിന്ദു സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. ഇതേപോലത്തെ ജാതി ചിന്ത, അമിതമായുള്ള ജാതി ചിന്ത പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. പക്ഷേ ആ ചിന്തയ്ക്ക് മാറ്റം വന്നൂടെ? ഒന്നിച്ചു കൂടാനുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കണ്ടേ? ഒന്നിച്ചു വരാൻ തയ്യാറാകണ്ടേ? ആ ശിഥിലീകരണം വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി ബാഹ്യശക്തികൾ തയ്യാറാകുന്നു. ഒരു കാലത്ത് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചു. പ്രമുഖരായുള്ള വ്യക്തികളായിരുന്നു മന്നത്താചാര്യൻ, ടി കെ മാധവൻ, അങ്ങനത്തെ ആൾക്കാരെല്ലാം കൂടി ചേർന്നുകൊണ്ട്. പക്ഷേ അതിനെ പൊളിച്ചു. ആരാ പൊളിച്ചത്? അന്ന് ഭാരതം ഭരിച്ചിരുന്ന ആൾക്കാർക്ക് അതിൽ നല്ലൊരു പങ്കുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ഒന്നിച്ചു വരണം എന്നുള്ള പ്രവണത വരുന്ന സമയത്ത് അതില്ലാതാക്കാൻ വേണ്ടി ചില രാഷ്ട്രീയക്കാർ തയ്യാറാവുന്നു. സാമ്പത്തികമാണ് അതിൻ്റെയും പിന്നിലുള്ള കാര്യങ്ങൾ. ഈ നിലയ്ക്ക് ഓരോ സമയത്തും ഹിന്ദു സംഘടിച്ച് മുന്നേറുന്ന സമയത്ത് അതിനെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നതോടൊപ്പം തന്നെ അതിൽ ചെന്ന് പെട്ടുപോകുന്ന സമുദായ സംഘടന നേതാക്കന്മാർ, ഇതിൽ വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യം, നേതാക്കന്മാരെ ആശ്രയിച്ചു കൊണ്ടാകരുത് ഇതേപോലത്തെ യോജിപ്പ്. അതിനു പകരം ചെയ്യേണ്ടത് ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സമൂഹത്തിൻ്റെ അകത്ത് നിന്ന് സാധാരണക്കാരുള്ള ആൾക്കാരുടെ നേതൃത്വം, ആ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടുത്തെ ഹിന്ദു സംഘടനകളും അതേപോലത്തെ ആൾക്കാർ തയ്യാറാകണം. സംഘടനകളോട് താല്പര്യമുള്ള ആൾക്കാർ അതേപോലത്തെ ആൾക്കാരെയാണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. പട്ടികജാതി വിഭാഗക്കാരുണ്ട്,
പട്ടികവർഗ വിഭാഗക്കാരുണ്ട്, വനത്തിൽ ജീവിക്കുന്ന പട്ടികവർഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇതേപോലത്തെ ആൾക്കാരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരണ്ടേ? അവരെ കുടിലിലേക്ക് കടന്നു ചെല്ലാൻ തയ്യാറാകണ്ടേ? അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ തയ്യാറാകണ്ടേ? അവരെ കീറപ്പായിൽ കിടന്നുറങ്ങാൻ പോലും തയ്യാറാകുന്ന ഒരു വിഭാഗം ആൾക്കാർ ഉയർന്നു വരണം. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തയ്യാറായിട്ട് ഉയർന്ന ആൾക്കാർ തയ്യാറാകണം. നമ്മൾ കണ്ടതാണ്, ഇവിടെ സവർണ ജാഥ നടത്തി ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട് വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇത് മുഴുവൻ സവർണരാണ് നടത്തിയ സത്യാഗ്രഹം. ആർക്ക് വേണ്ടിയിട്ടാ? അവർണ വിഭാഗം എന്ന് പറയപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇന്നും ഇതിന് വളരെ പ്രസക്തിയുണ്ട്. ഇവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഈ ഉന്നത ചിന്ത, അന്ന് സവർണരായിരുന്ന ഇന്ന് വിദ്യാസമ്പന്നരായുള്ള ആൾക്കാർ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഈ നിലക്ക് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഹിന്ദു സമൂഹത്തിൽ തന്നെ, ഹിന്ദുവിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് ഹിന്ദു സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മാത്രമല്ല, സ്വാഭാവികമായിട്ടും ആ സമയത്ത് രാഷ്ട്രീയക്കാർ ഹിന്ദു സംഘടനകളുടെ പിന്നാലെ വരും എന്നുള്ളതൊരു വാസ്തവമാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഹിന്ദു ഉണർന്നു കേരളത്തിൽ. ഒരു സമയത്ത് സത്യാനന്ദ സരസ്വതി തിരുവടികളെ പോലുള്ള ആൾക്കാർ, സന്യാസി ശ്രേഷ്ഠന്മാർ, ചിന്മയാൻജിയെ പോലുള്ള ആൾക്കാർ, ഇവരെല്ലാം ഹിന്ദുക്കളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ആധ്യാത്മിക രംഗത്ത് നിന്ന് താഴെ വന്ന് ഇവരെ പിടിച്ചുയർത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നിരുന്നു. ഈ ശ്രമം ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനങ്ങൾ നിരവധിയാണ് കേരളത്തിൽ. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് യോജിച്ച് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണത്തിന് പോലും മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളതും നമുക്ക് ഉറപ്പാണ്. ആ നിലയ്ക്കുള്ളൊരു മാറ്റം കേരളത്തിൽ സംഭവിക്കാനുള്ള പ്രവർത്തനത്തിന് ഹിന്ദു സമൂഹത്തിലെ സാധാരണ ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വലിയ സമുദായ സംഘങ്ങളുടെ നേതാക്കന്മാർ താഴോട്ടിറങ്ങണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഹിന്ദു ഒരു വലിയ ശക്തിയായിത്തീരും. ഹിന്ദു സമൂഹം തീരുമാനിക്കുന്നതനുസരിച്ച് ഈ ദേശീയതയെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്.